Okay, in this chapter, next we have to discuss the Alliance of Industry Research Linkage and ED clubs. Okay, എന്താണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് അലയൻസ് ഓഫ് ഇൻഡസ്ട്രി റിസർച്ച് ലിങ്കേജ് ആൻഡ് ഇ ഡി ക്ലബ്സ്? ഇറ്റ് ഈസ് എ സ്കീം ക്രിയേറ്റഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ സപ്പോർട്ടിംഗ് റിസർച്ച് വർക്ക്സ് ഓഫ് R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അതുപോലെ തന്നെ മറ്റു പല R&D ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും, അതായത് R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരുടെ എല്ലാം റിസർച്ച് വർക്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് അലയൻസ് ഓഫ് ഇൻഡസ്ട്രി റിസർച്ച് ലിങ്കേജ് ആൻഡ് ഇ ഡി ക്ലബ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കുക. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്കീം ആർ ക്രിയേഷൻ ഓഫ് ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലായിട്ട് ടെസ്റ്റിംഗ് സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ഓണ്ടർപ്രണേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഐഡന്റിഫൈയിങ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മുടെ ഓണ്ടർപ്രണേഴ്സിന് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, കണ്ടെത്തുക, അണ്ടർടേക്കിംഗ് റിസർച്ച് പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ അലയൻസ് ഓഫ് ഇൻഡസ്ട്രി റിസർച്ച് ലിങ്കേജ് ആൻഡ് ഇ ഡി ക്ലബിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ സ്കിൽസ് റിക്വയർഡ് ഫോർ ആൻ ഓണ്ടർപ്രണർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്തെല്ലാം സ്കിൽസ് നമ്മുടെ ഓണ്ടർപ്രണേഴ്സിന് ആവശ്യമാണ്. ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ശ്രദ്ധിക്കുക. ഒരുപാട് സ്കിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺസെപ്ച്വൽ സ്കിൽസ്. എന്താണ് കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺസീവ് ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയാസ് മനസ്സിലാക്കിയെടുക്കാൻ, കൺസീവ് ചെയ്തെടുക്കാനുള്ള എബിലിറ്റി, ആ കഴിവിനെയാണ് നമ്മൾ കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുന്നത്. ഇത് മസ്റ്റ് ആയിട്ട് വേണം, കാരണം പുതിയതായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ എന്താണെന്നുള്ളത് നമ്മൾ മുൻപ് പഠിച്ചാണ്. ന്യൂ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടെത്തി അതിനൊരു ബിസിനസ് സ്ഥാപനമാക്കി മാറ്റുന്ന ആളാണ് ഓണ്ടർപ്രണർ. സോ ഇയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്, മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ടെക്നിക്കൽ സ്കിൽസ്. വാട്ട് ഈസ് ദ ടെക്നിക്കൽ സ്കിൽ? ഇറ്റ് ഈസ് ദ ടെക്നിക്കൽ നോളേജ് ഓഫ് വർക്ക്. ഒരു വർക്ക് നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുള്ള ടെക്നിക്കൽ നോളേജിനെയാണ് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അപ്ലൈ നോളേജ് ഇൻ പ്രാക്ടീസ്. നമ്മുടെ നോളേജിനെ എങ്ങനെ പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യാം, വർക്കുകളിൽ അല്ലെങ്കിൽ ജോലിയിൽ നമ്മുടെ നോളേജിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനുള്ള സ്കില്ലിനെ കൂടിയാണ് നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആൻ ഓണ്ടർപ്രണർ നീഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ് മെനി. ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഇന്നവിറ്റബിൾ ആയിട്ടുള്ള, ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ആണ് ഡയഗ്നോസ്റ്റിക് സ്കിൽ. ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യാന്ന് പറയാറുണ്ട്, പരിശോധിക്കാന്ന് പറയും. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സ്കില്ലിനെ അല്ലെങ്കിൽ എബിലിറ്റി അല്ലെങ്കിൽ കഴിവിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് സ്കിൽ എന്ന് പറയുന്നത്. ഒരു എന്റർപ്രൈസിൽ ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. ഈ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക, പരിശോധിച്ച് കണ്ടെത്തുക എന്നുള്ളതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് സ്കിൽ എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി നീഡഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്താണെന്നുള്ളത്. ഡിസിഷൻ മേക്കിംഗ് എന്താ? ചൂസിങ് ദ റൈറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഔട്ട് ഓഫ് വേരിയസ് ആൾട്ടർനേറ്റീവ്. സോ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഒരു ഓണ്ടർപ്രണർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാന് നിർബന്ധമായിട്ടും വേണ്ട ഒരു സ്കില്ലാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ടേക്ക് കറക്റ്റ് ഡിസിഷൻ. ശരിയായ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവിനെ അല്ലെങ്കിൽ സ്കില്ലിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് സ്കിൽ. ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സ്കില്ലാണ് മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അയാളുടെ പ്രോഡക്റ്റ് അയാൾ ഡെവലപ്പ് ചെയ്ത് ഫാക്ടറിയിൽ വെച്ചു അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു എന്ന് കരുതിയതുകൊണ്ട് ആ പ്രോഡക്റ്റ് മുന്നോട്ട് പോകണമെന്നില്ല. ഇത് മാർക്കറ്റ് ചെയ്യണം, ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യണം, വാങ്ങിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കണം, ആഫ്റ്റർ സെയിൽ സർവീസ് വരെ നമ്മൾ കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ക്യാച്ച് ദ ന്യൂ മാർക്കറ്റ്. പുതിയ മാർക്കറ്റ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ലിനെ നമുക്ക് മാർക്കറ്റിംഗ് സ്കിൽ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് സ്കില്ലാണ് പ്രോജക്റ്റ് ഡെവലപ്മെന്റ് സ്കിൽ. ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഈ പറയുന്ന പ്രോജക്റ്റിലൂടെയാണ്. നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യും,
ആ പ്രോജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എന്റർപ്രൈസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നത്. അപ്പൊ മസ്റ്റ് ആയിട്ട് വേണ്ട മറ്റൊരു സ്കില്ലാണ് പ്രോജക്റ്റ് ഡെവലപ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. ഹി ഷുഡ് നോ ദ സ്റ്റെപ്സ് ഓഫ് പ്രിപ്പയറിംഗ് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റെപ്സ്, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത് കൃത്യമായിട്ട് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാനേജ്മെന്റ് സ്കിൽ. ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട അടുത്ത സ്കില്ലാണ് മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത്. മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് ദ എഫേർട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക. സോ ഈ ഒരു സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സ്കില്ലാണ് മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്കില്ലാണ് അതർ സ്കിൽസ്. ദ അതർ സ്കിൽസ് ഇൻക്ലൂഡ് സെർച്ച് സ്കിൽ. സെർച്ച്, തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടേഷൻ സ്കിൽ, ഡെലിഗേഷൻ സ്കിൽ, ഓർഗനൈസിങ് സ്കിൽ. ഇത്തരം സ്കില്ലുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആൻഡ് ദ ലാസ്റ്റ് സ്കില്ലാണ് ഹ്യൂമൻ റിലേഷൻ സ്കിൽ. കാരണം ഒരു ഓണ്ടർപ്രണർക്ക് ഒരുപാട് മറ്റ് ഹ്യൂമൻസുമായിട്ട് ഡീൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹ്യൂമൻ റിലേഷൻ സ്കിൽ, ഹൗ ടു ഡീൽ വിത്ത് അതർ ഹ്യൂമൻസ്, ആ ഒരു കഴിവ് കൂടി ഇയാൾക്ക് ഉണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മുടെ ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്. In this chapter, the next topic is skill development for entrepreneurs. ഓണ്ടർപ്രണേഴ്സിന്റെ സ്കിൽസ് എങ്ങനെയെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാം, അത് ഏത് രീതിയിലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഈ പറയുന്ന വഴികളിലൂടെയാണ്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, സ്കിൽ റെക്കഗ്നീഷൻ. ഏതെല്ലാം തരത്തിലുള്ള സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത് അത് റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. അതായത് ഒരു ഓണ്ടർപ്രണർക്ക് അയാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഏതെല്ലാം സ്കിൽസ് അയാൾക്ക് റിക്വയർഡ് ആണ് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, അയാൾ തിരിച്ചറിയണം. സെക്കൻഡ് വൺ, സെൽഫ് അസസ്മെന്റ്. സ്വയം വിലയിരുത്തുക എന്ന് പറയും. എന്തെല്ലാം നമുക്ക് സ്കിൽസ് ഉണ്ട്, എന്തെല്ലാം സ്കിൽസ് ഇല്ലാത്തതുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, സെൽഫ് അസസ്മെന്റ് നടത്തുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ആൻഡ് തേർഡ് വൺ, കമ്പാരിസൺ ഓഫ് സ്കിൽസ്. സ്കിൽസ് കമ്പയർ ചെയ്യുക. നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള സ്കിൽസ് എന്തെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. നമുക്കുള്ളതും മറ്റുള്ളവർക്ക് ഇല്ലാത്തതും, അവർക്കുള്ളതും നമുക്കില്ലാത്തതുമായിട്ടുള്ള സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യുക, തമ്മിൽ കമ്പയർ ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ ആണ് ഡെവലപ്പിംഗ് സ്കിൽസ്. ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആൻഡ് അത്രയാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഒരു പുതിയ ടോപ്പിക്കാണ് ബിസിനസ് ഇൻക്യുബേഷൻ. എന്താണ് ബിസിനസ് ഇൻക്യുബേഷൻ എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BI, ഇറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ബിസിനസ് ഇൻക്യുബേഷൻ. എന്താണ് അപ്പോൾ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ കോഴിമുട്ട ഇൻക്യുബേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നിട്ടുണ്ടാവും, മുട്ട വിരിയിച്ചെടുക്കുക എന്ന് പറയുന്നിട്ടുണ്ടാവും, സെൽസ് ബാക്ടീരിയ ഇൻക്യുബേറ്റ് ചെയ്തെടുക്കുന്നുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പുതിയ വൈറസ് ആയിട്ടുള്ള കോവിഡ് വൈറസ് ഇൻക്യുബേഷൻ പീരീഡ് 28 days ആണ് അല്ലെങ്കിൽ 14 days ആണെന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻക്യുബേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, വിരിയിച്ചെടുക്കുക അല്ലെങ്കിൽ വിരിഞ്ഞു വരിക എന്നുള്ള ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഇൻക്യുബേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ BI അല്ലെങ്കിൽ ബിസിനസ് ഇൻക്യുബേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ബിസിനസ് എന്റർപ്രൈസ് ബൈ അനദർ. മറ്റൊരു ബിസിനസ് സ്ഥാപനം മുഖേന അല്ലെങ്കിൽ മറ്റൊരു സെന്റർ മുഖേന പുതിയൊരു ബിസിനസ് സ്ഥാപനത്തിനെ ഇൻക്യുബേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്തു തരുന്നത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെയാണ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേഷൻ പ്രൊവൈഡ് ചെയ്തു തരുന്നത്. ദിസ് ഓർഗനൈസേഷൻ ഓർ സെന്റർ ഈസ് നോൺ ആസ് ബിസിനസ് ഇൻക്യുബേറ്റർ. ഇത്തരം ബിസിനസ് ഇൻക്യുബേഷൻസ് പ്രൊവൈഡ് ചെയ്തു തരുന്ന സെന്റേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് ഇൻക്യുബേറ്റർ. ആൻഡ് ദ ബിസിനസ് ഇൻക്യുബേറ്റർ പ്രൊവൈഡ്സ് ഷെയർഡ് ഓഫീസ് സ്പേസ്, മാനേജ്മെന്റ്, സപ്പോർട്ട് സർവീസസ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് ടു ഓണ്ടർപ്രണേഴ്സ്. നമ്മുടെ ഓണ്ടർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ഷെയർഡ് ഓഫീസ്, ചിലപ്പോൾ ബിൽഡിംഗ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവണമെന്നില്ല, അവിടെ നമുക്ക് ഷെയർഡ് ഓഫീസ് സ്പേസ് തരും, മാനേജ്മെന്റ് സപ്പോർട്ട് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തരും, ആൻഡ് മാനേജ്മെന്റ് അഡ്വൈസസ് നമ്മുടെ ഓണ്ടർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് തരും. ഇതിനൊക്കെയാണ് നമ്മൾ ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്.
ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ബിസിനസ് സ്ഥാപനത്തിനെ വിരിയിച്ചെടുത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയാം. ആൻഡ് വാട്ട് വിൽ ബി ദ ഡെഫിനിഷൻ ഓഫ് ബിസിനസ് ഇൻക്യുബേഷൻ? എന്താണ് ബിസിനസ് ഇൻക്യുബേഷന്റെ ഡെഫിനിഷൻ? അക്കോർഡിംഗ് ടു ഷെർമൻ ആൻഡ് ചാപ്പൽ ഇവർ പറയുന്ന ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. എ ബിസിനസ് ഇൻക്യുബേറ്റർ ഈസ് ആൻ എക്കണോമിക് ഡെവലപ്മെന്റ് ടൂൾ primarily designed to help create and new business in a community. ഒരു കമ്മ്യൂണിറ്റിയിൽ പുതിയ ബിസിനസ്സുകൾ സൃഷ്ടിച്ചെടുക്കുന്നതിനും സഹായിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക വികസന ഉപകരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതിനെയാണ് ബിസിനസ് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്റർപ്രൈസ് സെന്റേഴ്സ്. എന്റർപ്രൈസ് സെന്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു, നഴ്സറി എസ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെടുന്നു, ഷെയർഡ് വർക്ക് സ്പേസസ് ആയിട്ട് അറിയപ്പെടുന്നു, മാനേജ്മെന്റ് വർക്ക് സ്പേസ് വെഞ്ചർ യൂണിറ്റ് ആയിട്ടും അറിയപ്പെടുന്നതിനെ നമ്മൾ ബിസിനസ് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ദ ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. നമ്മളൊരു ഓണ്ടർപ്രണർ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മൾ ഒരു ബിസിനസ് ഇൻക്യുബേറ്ററെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരും? ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ക്രിയേറ്റിംഗ് ജോബ്സ് ആൻഡ് വെൽത്ത്. ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ് ദേ ക്രിയേറ്റ് മോർ ജോബ്സ് ആൻഡ് വെൽത്ത്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ വെൽത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, ഐഡന്റിഫൈയിങ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ സ്റ്റേറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തായിക്കോട്ടെ നാഷണൽ ലെവലായിക്കോട്ടെ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തു തരുന്നു. തേർഡ് വൺ, എൻകറേജിങ് വിമൺ ഓർ മൈനോറിറ്റി ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്. നമ്മുടെ വിമൺ അതുപോലെ തന്നെ മൈനോറിറ്റി ആയിട്ടുള്ള SC ST അല്ലെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ എന്റർപ്രൈസുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർത്ത് വൺ, ബിസിനസ് ക്രിയേഷൻ ആൻഡ് റീടെൻഷൻ. പുതിയ തരത്തിലുള്ള ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അത് റീറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോവുക. ഇതിനുള്ള ബെനിഫിറ്റുകളൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഈ ബിസിനസ് ഇൻക്യുബേറ്റർ മുഖേന നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഫിഫ്ത്ത് വൺ, ആക്സിലറേറ്റിംഗ് ഗ്രോത്ത് ഓഫ് ലോക്കൽ ഇൻഡസ്ട്രി ക്ലസ്റ്റേഴ്സ്. ഇൻഡസ്ട്രി ക്ലസ്റ്റേഴ്സ് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള സർവീസസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള എല്ലാ ഓണ്ടർപ്രണേഴ്സിനും വേണ്ടി ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഡസ്ട്രി ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. ഇങ്ങനെ ലോക്കൽ ഇൻഡസ്ട്രി ക്ലസ്റ്റേഴ്സിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്തെടുക്കുക. അത് അവരുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. Accelerating the growth of local industry clusters. And sixth one, technology commercialization. If നമ്മൾ പുതിയൊരു ടെക്നോളജി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ടെക്നോളജിയെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. സെവൻത്ത് വൺ, ഫോസ്റ്ററിങ് കമ്മ്യൂണിറ്റീസ് ഓണ്ടർപ്രണറിയൽ ക്ലൈമറ്റ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഓണ്ടർപ്രണറിയൽ ക്ലൈമറ്റ് ഫോസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുക. ഒരു ഓണ്ടർപ്രണറിയൽ ക്ലൈമറ്റ് വളർത്തിയെടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇത്രയാണ് ദ ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ we have to discuss the next topic is classification of business incubators. ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് സ്പോൺസർഷിപ്പ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ് വെച്ചിട്ടും അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് സ്പോൺസർഷിപ്പ് ബേസ് ചെയ്തിട്ടും നമ്മൾ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഫസ്റ്റ് വൺ, ഗവൺമെന്റ് സ്പോൺസർഡ് ഇൻക്യുബേറ്റേഴ്സ് മെയിൻലി പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് പ്രധാനമായിട്ടും ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻക്യുബേറ്റേഴ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അധികം ചാർജ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് അവിടെ വളർത്തിയെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ളതാണ് ഗവൺമെന്റ് സ്പോൺസേഡ്. സോ ദീസ് ഇൻക്യുബേറ്റേഴ്സ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഓർ ദ ഡിപ്പാർട്ട്മെന്റ്സ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് സ്പോൺസേഡ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ലൈക്ക് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് മുഖേന ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സ് ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് സ്പോൺസേഡ് ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി തേർഡ് വൺ ആണ് യൂണിവേഴ്സിറ്റി ഓർ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസേഡ്.
നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെല്ലാം നടക്കുന്ന റിസർച്ച് ആക്ടിവിറ്റീസിനെ ബിസിനസ് സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആണ് യൂണിവേഴ്സിറ്റി ഓർ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസർ. അവിടെ പലതരത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിൽ നമുക്ക് പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ രൂപീകരിക്കാം എന്നുള്ളതിനുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഇത്തരം റിസർച്ചുകളെ നമുക്ക് എങ്ങനെയെല്ലാം പുതിയ പ്രൊഡക്റ്റ് ആൻഡ് ടെക്നോളജി ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ ഇത്തരം ടെക്നോളജീസിനെയൊക്കെ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സ് ആണ് ദ യൂണിവേഴ്സിറ്റി ഓർ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോൺസേർഡ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഡി, നെക്സ്റ്റ് വൺ ആണ് പ്രൈവറ്റ്ലി സ്പോൺസേർഡ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെയാണ് പ്രൈവറ്റ്ലി സ്പോൺസേർഡ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? മേക്ക് പ്രോഫിറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് ദ മെയിൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്. ഇനി ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതിലുള്ള ഫസ്റ്റ് വൺ ആണ് ജനറൽ പർപ്പസ് ഇൻക്യുബേറ്റേഴ്സ്. ഒന്നുമില്ല, ജനറൽ പർപ്പസ് ഇൻക്യുബേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് ടെക്നോളജി ഇൻക്യുബേറ്റേഴ്സ്. ദേ സീക്സ് ടു കൊമേഴ്ഷ്യലൈസ് ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസസ്. പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ സർവീസസുകളൊക്കെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ, വ്യാപാര മൂല്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ടെക്നോളജി ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ആൻഡ് തേർഡ് വൺ ആണ് സ്പെഷ്യലിസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ്. അതായത് സ്പെഷ്യലിസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് സ്പെസിഫിക് ഇൻഡസ്ട്രി ഏരിയാസിലുള്ള പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടും സർവീസസിന് വേണ്ടിയിട്ടും എല്ലാം ഇൻക്യുബേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് സ്പെഷ്യലിസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആർട്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ബിസിനസ്, അതായത് നമ്മുടെ ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, ഇത്തരം ബിസിനസ്സുകൾ രൂപീകരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഗ്രീൻ ടെക്നോളജീസ്, ഇത്തരം സ്പെഷ്യലൈസ്ഡ് ഏരിയാസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഇൻക്യുബേറ്റേഴ്സ് ആണ് മൂന്നാമത്തത് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി ഇത്രയാണ് നമുക്ക് ദ ടൈപ്പ് ഓഫ് ഇൻക്യുബേറ്റേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഹെൽപ്പ് ഇൻ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചാപ്റ്റർ ആണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഓക്കെ, അതിൽ എങ്ങനെ നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, അതിനുള്ള ഹെൽപ്പ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, പ്രൊവൈഡ് അഡീഷണൽ ഇൻഫോർമേഷൻ അബൌട്ട് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. എന്തെല്ലാം തരത്തിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് സെക്കൻഡ് സർവീസ് ആണ്. ആൻഡ് തേർഡ് വൺ, പ്രൊവൈഡ് ബിസിനസ് അഡ്വൈസ്. മെയിൻലി നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ബിസിനസ് അഡ്വൈസസ് ആവശ്യമുണ്ട് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന തേർഡ് സർവീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരുപാടെണ്ണം ഡിസ്കസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ, ഡെവലപ്പിംഗ് ബിസിനസ് ഐഡിയ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്, എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, നല്ലൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് എങ്ങനെ ഒരു ലോങ് ടേം പ്ലാൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. തേർഡ് വൺ, പ്രൊആക്റ്റീവ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് സ്വയം മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാം, അതിനുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ അഡ്വൈസസ്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ബിസിനസ് അഡ്വൈസ് ആണ് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ അഡ്വൈസ്. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അഡ്വൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. ആൻഡ് ഫോർത്ത് വൺ ആണ് ബിസിനസ് സർവീസസ്. ഒരുപാട് ബിസിനസ് സർവീസസ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. They are following. First one, bookkeeping and word processing. പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബുക്ക് കീപ്പിംഗ്, അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിംഗ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വൺ, ഫോട്ടോകോപ്പിയർ, ഫാക്സ്, പോസ്റ്റേജ് സർവീസസ് എക്സെട്ര. സി അല്ലെങ്കിൽ തേർഡ് വൺ, കോൺഫറൻസ്, മീറ്റിംഗ് റൂംസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫോർത്ത് വൺ, റിസപ്ഷൻസ്, ടെലിഫോൺസ് ആൻസറിങ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, സെക്രട്ടറിയൽ സർവീസസ്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ്, അടുത്ത സർവീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ബിസിനസ് സപ്പോർട്ട്. ഒരുപാട് ബിസിനസ് സപ്പോർട്ട് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹാർഡ് സർവീസസ് സച്ച് ആസ് സേവിങ് ദ ക്യാപിറ്റൽ. എങ്ങനെ ക്യാപിറ്റൽ സേവ് ചെയ്യാം, അതിനുള്ള അഡ്വൈസസ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് വൺ, സിനർജീസ് വിത്ത് അതർ ക്ലയന്റ് ബിസിനസ്സസ്. മറ്റുള്ള ബിസിനസ് ക്ലയന്റ് അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ക്ലയന്റുകളുമായിട്ട് കൂടിച്ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതിനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് സിനർജീസ് വിത്ത് അതർ ക്ലയന്റ് ബിസിനസ്സസ്.
ആൻഡ് സി മെന്ററിങ്, അല്ലെങ്കിൽ മൂന്നാമത്തതായിട്ട് പറയുന്നതാണ് മെന്ററിങ്, ഉപദേശം കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് വൺ നെറ്റ്വർക്കിംഗ്. ഇനി ഇത്രയാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ചൂസിങ് ദ റൈറ്റ് ഇൻക്യുബേറ്റർ. ഒരു ശരിയായ ഇൻക്യുബേറ്ററെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കണം, അത് ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് കുറച്ച് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദ ഫോളോയിങ് പോയിന്റ്സ് മേ ബി കൺസിഡേർഡ്. ഫസ്റ്റ് വൺ എ, അല്ലെങ്കിൽ ദ ഫസ്റ്റ് വൺ സ്പേസ് ആൻഡ് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ്. എന്തെല്ലാമാണ് ഒരു ബിസിനസ് ഇൻക്യുബേറ്ററുമായി ബന്ധപ്പെട്ട സ്പേസ് ആൻഡ് സർവീസ് ഇഷ്യൂസ്, അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. അതായത് അതിലെ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, വാട്ട് ആർ ദ ചാർജസ് ഫോർ സ്പേസ് ആൻഡ് സർവീസസ്. ഒരു ഇൻക്യുബേറ്ററെ നമ്മൾ സമീപിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട സ്പേസ് റെന്റ് എത്രയാണ്, അല്ലെങ്കിൽ സ്പേസിന്റെ ചാർജ് എത്രയാണ്, സർവീസ് ചാർജ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, ഹൗ ഡു ദോസ് റേറ്റ്സ് കമ്പയർ ടു മാർക്കറ്റ് റേറ്റ്സ് ലോക്കലി. നമ്മൾ ഈ റേറ്റ്സിനെ എങ്ങനെ നമ്മുടെ മാർക്കറ്റിലുള്ള റേറ്റുമായിട്ട് കമ്പയർ ചെയ്യും, അത് നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, വാട്ട് സർവീസസ് ഡസ് ദ ഇൻക്യുബേറ്റർ പ്രൊവൈഡ്സ്. എന്തെല്ലാം സർവീസസ് നമ്മുടെ ഇൻക്യുബേറ്റർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർത്ത് വൺ, വാട്ട് ആർ ദ ലീസ് റിക്വയർമെന്റ്സ്. നമ്മൾ ഈ ഇൻക്യുബേറ്റർ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമായിട്ട് വരുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈസ് ദെയർ റൂം ഫോർ ബിസിനസ് ടു ഗ്രോ. നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാനുള്ള എന്തെങ്കിലും ഒരു റൂം അവിടെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടോ. റൂം എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ റൂം അല്ല, അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സർവീസസുമായിട്ടും മറ്റു ആക്ടിവിറ്റീസ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, സ്പേസ് ആൻഡ് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, വി ഹാവ് ടു കൺസിഡർ ദ ക്വാളിറ്റി. ഈ ബിസിനസ് ഇൻക്യുബേറ്റർ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യണം. അതിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം, വാട്ട് ഇൻഫോർമേഷൻ ഡസ് ദ ഇൻക്യുബേറ്റർ പ്രൊവൈഡ്. ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഇൻഫോർമേഷന്റെ ക്വാളിറ്റി എത്രയാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റി എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് വൺ, ഡസ് ദ ഇൻക്യുബേറ്റർ മാനേജ്മെന്റ് സീംസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ് നീഡ്സ്. നിങ്ങളുടെ ബിസിനസ് നീഡ്സ് ഈ ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ മാനേജ്മെന്റിന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഈ ക്വാളിറ്റി കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെക്ക് ചെയ്യണം. ഈ രണ്ട് ക്വാളിറ്റീസ് മെയിൻ ആയിട്ട് നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് തേർഡ് വൺ, സക്സസ് റേറ്റ്. നമ്മൾ സമീപിക്കുന്ന ബിസിനസ് ഇൻക്യുബേറ്ററുടെ സക്സസ് റേറ്റ് എത്രയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. അയാളുടെ റെക്കോർഡ്സ്, അതുപോലെ തന്നെ അയാളുടെ ട്രാക്ക് റെക്കോർഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസ് ഓഫ് ഫേംസ്, മറ്റുള്ള ഫേംസിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ, ഹൗ ഡു ദ കറന്റ് ടെനൻസ് ഫീൽ അബൌട്ട് ദ ഇൻക്യുബേറ്റർ. ഇപ്പൊ അവിടെ ഉള്ള കറന്റ്ലി അവിടെ വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ക്ലയൻസ്, അവർക്ക് എന്താണ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിനെ പറ്റി ഫീൽ ചെയ്യുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ആസ്ക് ഫോർ റെഫറൻസസ് ആൻഡ് ചെക്ക് ദം. റെഫറൻസ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ സക്സസ് റേറ്റിലൂടെ റേറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ബിസിനസ് ഇൻക്യുബേറ്ററെ സമീപിക്കാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. വാട്ട് ആർ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ദ ഇൻക്യുബേറ്റർ. ഇവിടെ നമ്മുടെ ഇൻക്യുബേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇൻക്യുബേറ്റർ നമുക്ക് മുന്നോട്ട് വെക്കുന്ന പോളിസീസ് എന്താണ്, അവരുടെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യണം. വാട്ട് ആർ ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഇൻക്യുബേറ്റർ, ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ആർ സം സർവീസസ് പ്രൊവൈഡഡ് ഫ്രീ ഓഫ് ചാർജസ്. ഈ ഇൻക്യുബേറ്റേഴ്സ് നമുക്ക് ഫ്രീ ഓഫ് സർവീസ് ചാർജിൽ, അല്ലെങ്കിൽ ഫ്രീ ഓഫ് ചാർജിൽ എന്തെങ്കിലും സർവീസസ് ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. തേർഡ് വൺ, ഹൗ ലോങ് ക്യാൻ യു റിമൈൻ ടാനന്റ് ആയിട്ട്, അവിടെ ഒരു ക്ലയന്റ് ആയിട്ട് എത്രത്തോളം കാലം നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ നോക്കണം. അതൊക്കെ അവരുടെ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആൻഡ് ഫോർത്ത് വൺ, ക്യാൻ യു ലീവ് ഈസിലി ഇഫ് യുവർ ബിസിനസ് ടേൺസ് ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് ഒന്നിനും പറ്റാതെയായിട്ട് വരികയാണെന്ന് കരുതുക. ഈ കേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടുന്ന് പുറത്തു പോരാൻ കഴിയുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ക്യാൻ യു ഈസിലി ലീവ് ഇഫ് യുവർ ബിസിനസ് ടേൺസ് ബെസ്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, ഡസ് ദ ഇൻക്യുബേറ്റർ പ്രൊവൈഡ് സെമിനാർ ഓർ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ അഡീഷൻ ടു അതർ ബിസിനസ് അസിസ്റ്റൻസ് സർവീസസ്. മറ്റ് അസിസ്റ്റൻസ് കൂടാതെ ഇനി അതർ സർവീസസ്, അതായത് സെമിനാറുകളോ അതർ ട്രെയിനിങ് പ്രോഗ്രാംസോ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം.
ആൻഡ് നെക്സ്റ്റ് വൺ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ട പോയിന്റ് ആണ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഡസ് ദ ഇൻക്യുബേറ്റർ അപ്പിയർ ടു ബി മാനേജ്ഡ് വെൽ? ഈ ഇൻക്യുബേറ്റർ നമ്മളെയെല്ലാം, അതായത് ബിസിനസ് സ്ഥാപനങ്ങളെ, ക്ലയൻസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സെക്കൻഡ് വൺ, ഡസ് ദ മാനേജ്മെന്റ് അപ്പിയർ ടു ഹാവ് ഗുഡ് ടൈസ് വിത്ത് ആൻഡ് നോളേജ് ഓഫ് ദ ബിസിനസ് കമ്മ്യൂണിറ്റി? ഈ പറയുന്ന ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ മാനേജ്മെന്റ് നല്ല നോളേജ് ഉള്ളവരാണോ, അതായത് ബിസിനസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നല്ല നോളേജ് ഉള്ളവരാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ്, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട തേർഡ് പോയിന്റ് ആണ്, ഡസ് ദ ഇൻക്യുബേറ്റർ ഹാവ് ദ കണ്ടിന്യൂയിങ് സപ്പോർട്ട് ആൻഡ് കമ്മിറ്റ്മെന്റ് ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻസ്? നമ്മുടെ സ്പോൺസറിങ് ഓർഗനൈസേഷന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള സപ്പോർട്ടും കമ്മിറ്റ്മെന്റും നമ്മുടെ ഇൻക്യുബേറ്ററിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത്രയുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ബിസിനസ് ഇൻക്യുബേറ്ററെ സെലക്ട് ചെയ്യാൻ. ഓക്കെ.